ുള്ള ശാഖാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുകയും അതുപോലെ ചീത്ത പറയുകയും അകലുകയും ഭിന്നിക്കുകയും കലഹം കൂടുകയും ചെയ്യരുത്. ഇതല്ലേ നമ്മളെ മുൻഗാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അതാ കാറ്റിൽ പരത്തിയിട്ട് ശരിക്കും മുജാഹിദാശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അതാ തറപ്രസംഗം എന്ന് പറഞ്ഞാൽ. ഈ തറപ്രസംഗം പൂർവിക പണ്ഡിതന്മാർ ചെയ്തതാണോ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാണക്കാട് പൂക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാങ് അഹമ്മദി കുട്ടി മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? കാടേരി മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? വാണിയമ്പലം അത്രമാ മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? സമസ്തയുടെ ആദ്യത്തെ മുശാവറാംഗങ്ങളിൽ എത്ര ആളുകൾ തറപ്രസംഗം നടത്തി? ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും. കേൾക്കാത്തത് പറയുന്നവർ അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഇതിന് മറുപടി പറയേണ്ടതാരാ? അപ്പുറത്തെ സമസ്യയാണ്. അള്ളാഹു കാത്തു കേട്ടോ, അള്ളാഹു കാത്തു. നാണക്കേടായില്ലേ? ഇപ്പൊ പുതിയ ഫത്വ കേട്ടത് ചെറുശ്ശേരി ജമിലാരെ പുതിയ ഫത്വ വൈക്ക കേട്ടോളി. മതവിദ്യാഭ്യാസം, കാലം, ദേശം, സംസ്കാരം, സിൽവർ ജൂബിലി ഉപഹാരം, ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. പുതിയ ഉപഹാരം കേട്ടോളി. ചോദ്യം: ഉസ്താദ് പഠിച്ചിരുന്ന കാലത്തു തന്നെ മഞ്ചേരിയിൽ ഖുതുബ പരിഭാഷ നടത്തുന്നവരുണ്ടല്ലോ, ഉസ്താദുമാരൊക്കെ അതിനെ എങ്ങനെയാണ് കണ്ടത്? മുജാഹിദിന് അനുകൂലമായിട്ട് ഇയാൾ മറുപടി പറഞ്ഞിട്ടോളി. അക്കാലത്ത് പരിഭാഷയ്ക്ക് ശേഷം റുക്കുനുകൾ മടക്കി ഓതാറുണ്ടായിരുന്നു. അതാണല്ലോ യഥാർത്ഥ ഖുതുബ. അപ്പോൾ തറപ്രസംഗത്തിന്റെ സ്ഥാനത്തെ പരിഭാഷ വരൂ എന്നായിരുന്നു അവരുടെ വീക്ഷണം. മുൻഗാമികളായ പണ്ഡിതന്മാര് ഖുതുബ മിമ്പർ വന്ന് റുക്കിന് മടക്കിയിട്ട് ആദ്യത്തെ ബാത്തിലാക്കിയിട്ടുള്ള ഏർപ്പാട് നടത്തിയിരുന്നു. സുഹൃത്തുക്കളെ, എന്തിനാ ഈ റുക്കിന് മടക്കിയത്? ആദ്യത്തെ ബാത്തിലായിട്ടാ? അങ്ങനെയാണ് ഒരു ഇബാദത്ത് എടുത്ത് ബാത്തിലാക്കൽ ഹറാമോ കറാത്തോ സുന്നത്തോ? വെറുതെ ലൈത്യാസ മുസ്ലിയാരും ഇ കെ ഉക്കർ മുസ്ലിയാരൊക്കെ ജീവിതം പണയം വെച്ചത് മുജാഹിദിനെ വളർത്താൻ വേണ്ടിയുള്ള ഏജൻസിപ്പണി. ഞാൻ പറഞ്ഞിരുന്നു, വാഴക്കാട്ട് ഞാൻ ഗണ്ണന പ്രസംഗം നടത്തി. മുജാഹിദ് അതിന്റെ ശേഷം പിളർന്നിട്ട് ശരിക്കും മനസ്സിലാക്കണം, അന്നത്തെ ഏറ്റവും വലിയ പ്രധാന വിഷയം അള്ളാഹുവിന് അവയവങ്ങളുണ്ടോ ഇല്ലേ? അവയവങ്ങളില്ലാന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. മുജാഹിദ് അവയവങ്ങളുണ്ട് എന്ന വാദം ഇവിടെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ തുടങ്ങിയ വിഷയത്തെക്കുറിച്ചായിരുന്നു അന്നത്തെ എന്റെ ഖണ്ഡന പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞ മുജാഹിദ് രണ്ടായി. കഴിഞ്ഞിട്ട് എന്തായി? വാഴക്കാട് ഭാഗത്തുള്ള ഏകദേശ മുജാഹിദും പടച്ചവന് അവയവങ്ങളുണ്ടെന്ന് പറയരുത് എന്ന് പറയുന്ന മടവൂര് മുജാഹിദായി. മറ്റേ മുജാഹിദ് മൗലവിക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ലാതെയായി. മുജാഹിദ് മൊത്തം തന്നെ രണ്ടായി. ഇപ്പൊ അവര് തമ്മിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇവിടുന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറയാണ്, ഇവിടെ തെളിവൊന്നും പറയണ്ടില്ല, കുറ്റ്യാടിയിൽ ഞാൻ പ്രസംഗിക്കുന്നത്. കുറ്റ്യാടിയിൽ 40-50ഓളം കൊല്ലം സുന്നികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഒറ്റപ്പള്ളിയും 11 മഹലിലില്ലായിരുന്നു. അൽഹംദുലില്ലാ, മുഴുവൻ മഹലിലും പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. സുന്നികളായി ജീവിക്കുന്നുണ്ട്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരാണ് നിങ്ങൾ. ഇവിടെ വന്നിട്ട് ആ മൗലവി പറയുന്നത് മുജാഹിദിനെ വളർത്തുന്നത് ഞാനാണ്. എന്നിട്ടോ ഇയാൾക്ക് എത്ര വലിയ ഏജൻസി പണിയായി എടുക്കുന്നത്? മുജാഹിദിന് ക്ലിപ്പുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുകയാണ്. ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് മുജാഹിദ് പിന്നെ പിളർന്നു അദ്ദേഹം പറഞ്ഞത്. പത്തതിൽ പിളർന്നൊക്കെയല്ല, വളർന്നിട്ട് സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാണ്, കണക്കെടുത്ത് പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് വരെ വാഴക്കാടിലെ പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദ് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തടർന്നൊക്കെ. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? എപിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു എപിയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി.
നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പച്ച മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്നത് ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ. അവിടെ സംഘടന വെക്കാത്ത നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോട് ഭക്ഷണം കൊടുത്തിരുന്ന, അയാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഞാൻ പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ. മുജാഹിദുകൾ കളവ് പറയൽ മത്സരം നടത്താറുണ്ട്. ഈ കൊല്ലത്തെ സമ്മാനം ഇദ്ദേഹത്തിന് തന്നെ. ഇനി ഞാൻ എന്നെ വാഴക്കാട്ട് കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച അദ്ദേഹം പറഞ്ഞ ആളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബഷീർ മാസ്റ്റർ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സൗണ്ട് നിങ്ങൾക്ക് വാഴക്കാട് 9 പ്രാവശ്യം പേരോട് ഉസ്താദ് ഗണന നടത്തിയപ്പോൾ സ്വാഗതം പറഞ്ഞ പരിചയമുണ്ടാകും എന്ന് എനിക്കറിയാം. ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നതും അതിന് ഉസ്താദിനെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നതും അതിന്റെ മുഖ്യ പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് സഹോദരന്മാരെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം വഹാബിന്റെ അതേ കോലത്തിലുള്ള ഒരു വേഷത്തിലാണ് ഈ കാര്യം അയാൾ പറഞ്ഞത്. കാരണം ഒരു മുസ്ലിയാരുടെയോ വേഷത്തിലാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് വലിയ ദുഃഖമായിരുന്നു. വാഴക്കാട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് ഏകദേശം 14-15 കൊല്ലമാണായത്. എനിക്ക് 43 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാഴക്കാട്ട് മുജാഹിദിന് പള്ളിയുണ്ട്, മദ്രസയുണ്ട്. എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ്, പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് വാഴക്കാട്ട് മുജാഹിദിന് ഒരു പള്ളി പോലുമില്ല. ഇത്രയും പച്ചക്കള്ളം പറയാൻ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഞാൻ ഇദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു വാഴക്കാട്ടേക്ക്. നിങ്ങൾ വരണം. എന്നിട്ട് നിങ്ങളുടെ AK സുന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. സഹോദരന്മാരെ, ഈ രീതിയിലുള്ള പച്ചനുണകൾ മാത്രമല്ല, ഈ പള്ളി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ, കേരളത്തിലെ ആളുകൾക്കൊക്കെ വാഴക്കാടിന്റെ ചരിത്രം അറിയില്ലേ? പ്രസിദ്ധമായ കുത്തുബി തങ്ങളും ബഹുവന്യരായ കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള ആലിമീങ്ങൾ ദർസ് നടത്തിയ ദാറുൽ ഉലൂം അറബിക് കോളേജ് വഹാബികൾ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണോ മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞത്? ഇത് പച്ചക്കള്ളമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, പള്ളി ഉണ്ടാക്കിയത്, മുജാഹിദിന്റെ പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിന് നേതൃത്വം നൽകി, പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ബെഞ്ചോ കസേരയെ പോലും പിടിച്ചിട്ട ഒരു പ്രവർത്തകൻ പോലും സുന്നത്ത് ജമാഅത്ത് വിട്ട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വാഴക്കാട്ടേക്ക് വെല്ലുവിളിക്കുന്നു. ആലോചിക്കണം. ഇന്നും വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണത്തോടുകൂടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ കുറെ മുജാഹിദും അല്ല ജമാഅത്തും അല്ലാതായി. ഞങ്ങളുടെ കൂടെ പ്രവർത്തനം നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പച്ച മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്നത് ലൈനിലേക്ക് മാറി. നിങ്ങളെ കൂട്ടത്തിന് മുമ്പേ 80-20 ടീമല്ലേ ഉള്ളൂ. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിങ്ങളുടെ ഹൃദയത്തിലൊന്നുമില്ല, നിങ്ങൾ പറയാറുമില്ല. മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ പ്രദേശത്ത്
ഈ വിഭാഗത്തിന്റെ SKSSF നേതാവായി പ്രസംഗിച്ചു നടക്കുകയും പള്ളികളിൽ ഈ തറപ്രസംഗം നടപ്പാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആളായി വേഷം കെട്ടി നടന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ചേളാരി സമസ്തയുടെ മുഫത്തിഷായിരുന്നു. ആ മുഫത്തിഷ് ഇന്ന് വഹാബി സ്റ്റേജുകളിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ബഷീർ ദാരിമി. നിങ്ങൾക്കറിയോ, സാക്ഷാൽ ബഷീർ, നിങ്ങളെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയില്ലാന്നല്ലേ? ഒന്ന് പറഞ്ഞത് വാഴക്കാട് മുമ്പ് സംഘടിത സക്കാത്തില്ലായിരുന്നു എന്നാ. വാഴക്കാട് പരിസര പ്രദേശങ്ങളിൽ എന്റെ കണ്ണിൽ എത്തുന്ന ഒരുപാട് ആളുകൾ എന്നെ ഈ സദസ്സിലുണ്ട്. വാഴക്കാട് ഞാനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സംഘടിത സക്കാത്തുള്ള സ്ഥലമാണ്. വ്യക്തമായൊരു തെളിവും പറഞ്ഞുതരാം. മുമ്പ് സംഘടിത സക്കാത്ത് നടത്തുമ്പോ ആ കാലഘട്ടങ്ങളിൽ ഇസുന്നി എന്ന് പറയുന്ന ഒരു സുന്നി രൂപപ്പെട്ടിരുന്നു. അവര് ഈ മുജാഹിദിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സുന്നികളെയൊക്കെ കൂട്ടിപ്പിടിച്ച് സംഘടിത സക്കാത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ പ്രചരണം നടത്തി. കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങൾക്ക് അതിന് സമ്മതം തന്നിട്ടുണ്ട്. ആ പ്രചരണം വ്യാപകമായപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ അടുക്കലേക്ക് പോവുകയും ആ വിവരം അറിഞ്ഞപ്പോൾ നേരെ EK ഹസൻ മുസ്ലിയാർ വാഴക്കാട് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണമല്ലോ എന്നുള്ളതിലേക്ക് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി. ഉസ്താദെ, നിങ്ങൾ ഇതിന് സമ്മതം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അസ്സമുല്യാരെ, ഞാൻ അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ തക്ബീർ ചൊല്ലി കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പോകുന്ന സംഭവം എന്റെ നാട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കറിയാം. എന്നിട്ടല്ലേ നിങ്ങൾ സംഘടിത സക്കാത്ത് അവിടെ ഇല്ല എന്ന് പറഞ്ഞത്? അതേപോലെ മറ്റൊരു വിഷയം, അവിടെ ഖുർആൻ ക്ലാസ് നല്ല ജനപങ്കാളിത്തത്തോടെ നടത്തിയതാണ്. വഹാബി പ്രസ്ഥാനം മുമ്പും നടത്താറുണ്ട്, ഇപ്പോഴും നടത്താറുണ്ട്. പക്ഷേ 15 കൊല്ലം മുമ്പ് അവരുടെ ക്ലാസ്സുകളിൽ 100 ആള് പങ്കെടുത്തിരുന്നെങ്കിൽ ഇപ്പോ 25 ആളെ കിട്ടാത്ത അവസ്ഥയാണ് എന്റെ നാട്ടിലുള്ളത്. അത്രയും ശുഷ്കിച്ചൊരവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം, ഉസ്താദ് കാര്യമായിട്ട് വാഴക്കാട് പ്രസംഗിച്ചിരുന്ന പ്രസംഗം അല്ലാഹു തആലാക്ക് കൈയുണ്ടോ കാലുണ്ടോ അവയവങ്ങളുണ്ടോ ഈ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച. അബ്ദുറഹിമാൻ സലഫി അദ്ദേഹം അക്സാമുൽ ലസ്സാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു, കബളിപ്പിച്ചു, പൊള്ളു പറഞ്ഞു. ആ സമയത്ത് വീട്ടിൽ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അക്സാമുൽ ലസ്സാത്ത് ഞാൻ കണ്ടിട്ടില്ല. ആ കളവ് പൊട്ടി ഇന്ന് വരെ വഹാബികൾക്ക് അക്സാമുൽ ലസ്സാത്ത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പേരോട് ഉസ്താദിന്റെ ആ വെല്ലുവിളി ഇന്ന് അവിടെ നിലക്കാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? മുജാഹിദ് രണ്ടായി പിളർന്നിട്ട് എന്റെ നാട്ടിൽ ഈ അബ്ദുറഹിമാൻ സലഫി പ്രസംഗിച്ച പ്രദേശത്ത് അബ്ദുറഹിമാൻ സലഫിയുടെ വാദത്തിന് ഒരാൾ പോലും കൂട്ടുണ്ടായില്ല. അദ്ദേഹത്തിനെ അവിടെയുള്ള പള്ളി മദ്രസയൊക്കെ അദ്ദേഹത്തിനെതിരായി മാറി. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായില്ല. കാരണം എന്താണ്? ഈ ആദർശം അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോ ഉസ്താദ് പ്രസംഗിച്ചതിന് ശേഷം വാഴക്കാട് മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു എന്നല്ലാതെ വളർന്നിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി സദസ്സിന്റെ മുന്നിൽ പറയുകയാണ്. ഇനി സംശയമുണ്ടെങ്കിൽ ഈ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഞാൻ വാഴക്കാട്ടേക്ക് ക്ഷണിക്കുന്നു. അതിന് വരുന്ന മുഴുവൻ ചെലവുകളും നിങ്ങളൊരു 10 പൈസ അറിയണ്ട, അതിന് വരുന്ന മുഴുവൻ ചെലവുകളും ഞാൻ വെക്കുമെന്ന് ഈ സദസ്സിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പൂർവ്വവരി ശക്തിപ്പെടുത്താൻ ആവശ്യമായ മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് എല്ലാ ഉസ്താദുമാരോട് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരു ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് പേരോട് ഉസ്താദിന്റെ പ്രസംഗം കട്ട് ചെയ്ത് ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പോവാം പള്ളിയിലേക്ക്, കിളവികൾക്കും പോവാം, യുവതികൾക്കും പോവാം എന്നുള്ള ആ ഭാവമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തികേടായി അബ്ദുറഹിമാൻ സലഫി അവിടെ അവതരിപ്പിച്ചപ്പോ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാസറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു ഉസ്താദിന്റെ അടുക്കലേക്ക്. ഉസ്താദെ, അടുത്ത പരിപാടിക്ക് നമുക്കിത് അങ്ങോട്ട് വെക്കണം, എന്നാൽ ഇയാൾ പറഞ്ഞതിന് ശരിക്കും മറുപടിയായി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ കളവ് പറയാൻ അല്ലാഹു തആല നമ്മളെ ഉത്തരവാദിത്വപ്പെടുത്തിയിട്ടില്ല. നമ്മളോട് കാര്യം പറയാൻ, സത്യം പറയാൻ വേണ്ടി പറഞ്ഞു. ഹിദായത്ത് കൊടുക്കേണ്ടത് അല്ലാഹുവാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. ഞാൻ പറയുന്നത്
സത്യസന്ധമായി ഒരു വാക്ക് പോലും ഒരാൾ പറയാത്തത് പറഞ്ഞുകൊണ്ട് ഖണ്ഡനം നടത്താറില്ല. വാഴക്കാട് നടത്തിയിട്ടില്ല. അത്രയും വ്യക്തമായി ബോധ്യപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നുള്ളത് ഈ വിഷയം ഒരു സദസ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉസ്താദിനോട് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സംഭവം കൂടെ, മലപ്പുറത്ത് SSFന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്, തിരൂരങ്ങാടി. ആ സമ്മേളന സ്ഥലത്തിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ചേറൂർ അബ്ദുൽ മുസ്ലിയാരും റഹീം സാഹിബും കൂടെ, മൂന്നാളും കൂടെ ഇവര് ഒരു അംബാസഡർ കാറിൽ ലൈറ്റ് ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ലൈറ്റ് ഇട്ട് വരുന്നത് എന്താ വെച്ചാൽ വാഴക്കാളിൽ പ്രവർത്തകനെ കിട്ടാനാണ്. അങ്ങനെ ഞാൻ കൈകാട്ടി നിർത്തി. ആ വണ്ടിയിൽ കയറി എന്നോട് പറഞ്ഞു കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്നു. ആ പോകുന്ന സമയത്ത് പേരോട് ഉസ്താദിന്റെ കയ്യിൽ അന്ന് വാക്ക്മാൻ സെറ്റ് ഉണ്ട്. വാക്ക്മാൻ സെറ്റ്, ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ അതൊന്ന് ഓണാക്കി കൈ പിടിക്കാം നമുക്ക്. കാരണം എന്താ, അന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി സ്റ്റേജുകളിലൊക്കെ നമുക്കിതിൽ പ്രസംഗിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഒരു കാര്യം, നമുക്ക് ആ വാക്ക്മാൻ സെറ്റ് ഒന്ന് ഓണാക്കി നമുക്കൊന്ന് കൈ പിടിക്കാം, എന്നാൽ അത് മാറ്റി പറയുന്ന സമയം നമുക്ക് അവർക്കെതിരിൽ വെക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ അന്ന് ഉസ്താദ് പറഞ്ഞ വാക്കുണ്ട്, നമ്മൾ പോകുന്നത് ഒരു മഹാനായ വ്യക്തിയുടെ അടുക്കലേക്കാണ്, അദ്ദേഹത്തിന് നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വാക്ക്മാൻ സെറ്റ് ഓണാക്കി വെച്ചുകൊണ്ട് ഉസ്താദിന്റെ അടുത്തേക്ക് പോവാൻ പാടില്ല. ഉസ്താദിനോട് പറഞ്ഞു പിടിക്കുക എന്നല്ലാതെ കീശയിലിട്ട് പിടിക്കാൻ പറ്റൂല. ആ മാതൃക കാണിച്ച മനുഷ്യനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. നിങ്ങൾക്കറിയോ? എന്നിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യാൻ നിങ്ങൾ നടക്കുന്ന വലിയ അപകടമാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സത്യത്തിന്റെ അഹ്ലുകാരിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോടൊപ്പം ദീർഘകാലം ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആവശ്യമെങ്കിൽ ഇനി വാഴക്കാട് വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. എൻ്റെ ഫോൺ നമ്പർ 99 95 466 913. പക്ഷെ ഒരു അധ്യാപകന ജോലിയുള്ള ആളായതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫോൺ എടുക്കൂല. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരാൾ ചോദിച്ചു, ഹൽ യുക്തിബുൽ മുഅ്മിനു, ഈമാനുള്ളവർ കളവ് പറയുമോ നബിയേ? ഖാല ലാ, ഈമാനുള്ളവൻ കളവ് പറയൂല. ثم قرأ هذه الآية, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതി. ഏതായത്ത്? ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹി വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തവർ മാത്രമാണ് കളവിനെ ഉണ്ടാക്കി പറയുന്നവർ. അവർ നിശ്ചയം കളവ് പറയുന്നവരാണ്. ഈ ആയത്ത് ഫിത്ന ഉണ്ടാക്കുന്ന മുഴുവൻ ഫിത്നക്കാർക്കും ഒരുപോലെ ബാധകമാണെന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്നായി ഇനിയും നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രസംഗം നമ്മുടെ സൈറ്റിൽ വെച്ച് നടത്തിയപ്പോ ആദ്യമായിട്ടരൻ ഒരു ക്ലിപ്പുണ്ട്. അതിന് ഞാൻ എന്തായിരുന്നു സമർത്ഥിച്ചിരുന്നത്? അപ്പൊ ഒരു കെട്ട് മുടിയുണ്ട്, അവിടെ അബൂദാബിയിൽ ഇതല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2009 അതാ കേൾപ്പിക്കപ്പെടുന്നു. ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടി അവിടെ പ്രചരിപ്പിച്ചത്. ഈ 2 കൊല്ലം മുമ്പ് 2009 അവിടെ ഒരു കെട്ടുമുടിയുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ 2009 കെട്ടുമുടിയുണ്ട് തന്നെ ഒരു സാക്ഷിയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ ചോദിക്കും. ലക്ഷങ്ങൾ സാക്ഷിയല്ലേ ആ പറഞ്ഞ കളവാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ട്രസ്റ്റാണ്, കുടുംബ ട്രസ്റ്റാണ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകനല്ലേ പുതിയാപ്പണ. അദ്ദേഹമാണ് ജനറൽ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നത്. മർക്കസ് ഒരു കുടുംബത്തിന്റെ ട്രസ്റ്റാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിലെവിടെയും പോണ്ടാലോ. കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആർക്കും നോക്കാലോ അത് ട്രസ്റ്റാണോ സൊസൈറ്റിയാണോ, അത് കുടുംബങ്ങളാണോ പുറത്തുള്ളവരുണ്ടോ, അതൊന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പരിശോധിക്കാൻ തയ്യാറാണ്. ഇതിന് അയാൾ തയ്യാറായോ?
കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കിയാൽ പോരെ മർക്കസ് ഒരു കുടുംബ ട്രസ്റ്റാണോ അല്ല കുടുംബത്തിന്റെ പുറത്തുള്ളവരുണ്ടോ? അതിനയാൾ തയ്യാറാവുമെന്ന് വെച്ച് തയ്യാറായോ? ഇവിടെ വന്ന് പോയാ പോരാ, ഒന്നുകിൽ തയ്യാറാവുമെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നെ തയ്യാറാകരുന്ന് മർക്കസ് കുടുംബ ട്രസ്റ്റാണെന്ന് പച്ച കള്ളം പറഞ്ഞ് പ്രസംഗിച്ചില്ല ഈ മൗലവി. രണ്ടാമതായി ഞാൻ ചോദിച്ചു, മർക്കസിൽ 3 കൊല്ലം മുമ്പ് തന്നെ ഇയാൾ പ്രസംഗിച്ച പ്രസംഗത്തിൽ ഒരു കെട്ട് മുടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നോ? പരിശോധിക്കാൻ തയ്യാറായോ? അപ്പൊ എന്റെ ഒന്നാമത്തെ ക്ലിപ്പിന് തന്നെ കേരളൊട്ടാകെ മറുപടി പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാ കോതാക്കന്മാരും ഒരുമിച്ച് കൂടിയിട്ട് മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുളിപ്പിച്ച് കിടത്തുന്നതാണ്, ഇന്ന് പുതപ്പിച്ച് കിടത്തുക. ഇയാൾ എന്നെ വെല്ലുവിളിക്കുന്നു ഇവിടുന്ന്. അഹമ്മദ് ഹസ്രജി മരിച്ചു പോയിട്ടില്ല, പേരോട് മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നത് അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്കിന്റെ പൈലറ്റ് പകരം ഒരുപാട് ഫ്ലൈറ്റ് വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഹസ്രജിയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറാണെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. റെഡി റെഡി റെഡി. പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട. ഇനി വേണമെങ്കിൽ വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിൽ ഉണ്ടാവും. വന്നോ? റെഡി. അടുത്ത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥനാ വേണ്ടേ? അഹമ്മദ് ഹസ്രജിക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തങ്ങന്മാരറിയാ. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അവർ രണ്ടാളും പറ്റും. സഹോദരന്മാരെ, അത് ശരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, യുക്തിവാദി, നീസരവാദി, ഇങ്ങനത്തെ മുഴുവൻ വാദികളെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. നിങ്ങളാ ഞങ്ങൾക്കൊരു പ്രശ്നോ? കള്ളത്തരീക്കത്താര് വേറെ ഉണ്ട്. ഒരു സിഹറടക്കം ചെയ്തു നോക്കീന്. അതിനേക്കാളും വലിയ ദിക്റുണ്ട് നമ്മളെടുത്ത്. പിന്നെ മർക്കസിൽ ഹസ്രജീന്റെ വീട്ടിൽ നിന്ന് മുടി വരുന്നതിന് മുമ്പ് ഇയാള് പ്രസംഗിക്കുന്നു, ഹസ്രജീന്റെ വീട്ടിൽ മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്, അതിന് രേഖണ്ട് എന്ന് ഇയാള് പച്ചയായി പ്രസംഗിക്കുന്നു. കേട്ടോളി. അബുദാബിയിൽ ഷെയ്ഖ് ഹസ്രജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്രജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവുമുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? വല്ലാത്ത പുണ്യുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടതാണ്, രേഖ ഉണ്ട്, അവിടെയുള്ള രേഖ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണേ പറഞ്ഞേ. ഇപ്പൊ ഇയാള് പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ഒരാൾ പറയുന്നത് കേട്ടു എന്നാ പറഞ്ഞത്. മാറ്റി പറയുന്നത് മാത്രമല്ല, അതിനൊരു സാക്ഷിയും. കാഞ്ഞിരക്കുരുവിന് വേപ്പിൻകുരു സാക്ഷി. അതാര്? നമ്മളെ കുറുകാൻ പോലെയാര്. അതൊന്ന് കേട്ടോളികൾ. സത്യത്തിൽ പറ്റിച്ചാളാണ് ഇത് പൈസ. ആദ്യമല്ല പണി എല്ലാരെയും പറ്റിക്കല്. വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ ബൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു, ഹസ്രജിയുടെ വീട്ടിൽ നിന്ന് ഇതിന് കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഹസ്രജിയുടെ മുടിയെപ്പറ്റി പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു മുടിയെപ്പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം. അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് അമീർ ബൈസിയ. എന്നാൽ അമീർ ബൈസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താളാം.
നല്ല സാക്ഷി കേട്ടോ. എന്നാ എന്താ പറഞ്ഞത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടില്ലേ? ഇനി ഒന്നുകൂടി വെച്ചു കൊടുക്കുമോ രണ്ടാളും കൂടി ഒന്നാക്കിയിട്ട്. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവുമുണ്ട്. എന്നാ അമീർ വെച്ച് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടില്ല. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്തതാണ്. പറഞ്ഞങ്ങനല്ലോ, നിങ്ങളൊക്കെ കേട്ടില്ലേ? രേഖ സൂക്ഷിച്ചിട്ടുണ്ട്, വേൾഡിൽ അറിയപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്നിട്ട് പറയാ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇയാൾ വകയിൽ കള്ളസാക്ഷി പറഞ്ഞു. ഖുർആന്റെ മഹന പറഞ്ഞ് പ്രസംഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു പരിഭാഷ ഇറക്കിയതാ ഞാൻ കേട്ട. ഖുർആന് മുജാഹിദിന്റെ മുഴുവൻ ആശയം വെച്ചിട്ട് പരിഭാഷ ഇറക്കി. ഇപ്പൊ മാർക്കറ്റിൽ പിൻവലിച്ച് ഈ ഖുർആൻ ഭാഷകൻ. എവിടെങ്ങനെ ഖുർആൻ പരിഭാഷ? ഖുർആൻ പരിഭാഷ വേറെ ഒരു പരിഭാഷ നോക്കി എഴുതി അവരെന്നെ കേസ് കൊടുത്തുന്നാ കേട്ട്. അങ്ങനെയെല്ലാം കൂടി ഇപ്പൊ മാർക്കറ്റിൽ പിൻവലിച്ചതാ കേട്ടത്. ഞാൻ കേട്ടതാണ് കേട്ടോ, കണ്ടതല്ല. നമ്മളെ വലിയോപ്പരി പിന്നെ ഓല് അസൂയക്കാരുള്ള പണിയാണ്. അസൂയക്കാരുടെ പണിയാണ്. പണിയാണെങ്കിലും തുറന്നു കൊടുക്കൂല. അസൂയ പോകില്ല. അവിടെ രേഖ ഉണ്ട് എന്ന് പറഞ്ഞ കക്ഷികൾ ഇപ്പൊ എതിർക്കുന്നത്. അപ്പൊ അസൂയ ഉണ്ടാകുന്ന ആർക്കും മനസ്സിലാവൂലേ? ചിലതങ്ങ് വായിച്ചാൽ അസൂയ അങ്ങ് പോകൂലേ? അസൂയ പോവാൻ നോക്കാം നമ്മള്. ദർശാണല്ലോ. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷെയർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിച്ച സനദ് മുയ മുബാറക്, ഫാരിസിയിലാണ് മുയ എന്ന് പറയാ. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाख मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत इस्लामिया कारंदूर जिला कारिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിന്റെ ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मुए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري, السيد نظام الدين القادري, السيد إمام الدين القادري, السيد سيف الدين القادري, السيد إمام الدين القادري, السيد نظام الدين القادري, السيد عبد الرزاق القادري, السيد محمد إمام الدين القادري, السيد مرتضى سيف الله القادري, السيد عيدروس عطاء الله القادري, السيد محمود القادري, السيد عبد الرزاق القادري, السيد علي القادري, السيد أحمد القادري, السيد محمود القادري, शरीफ सादात मजमुल बरकात, सैयद अहमद القادरी البغدادي, सैयद यूसुफ बिन सैयद अहमद القادरी, शिहाबुद्दीन القادरी,
علي علم الدين القادري كميل الدين حيدر أبو الحسن القادري محمد عماد الدين القادري أمين الله أبو العطاء السيد القادري عفيف حسن القادري حيدر سليمان السيد كريم الدين القادري أبو عبد الله سيف الدين السيد عبد الوهاب القادري الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني أنتص الله ذره العزيز أبو سعيد مبارك أبو الحسن علي بن يوسف أبو الفرح بن عبد الرحمن أبو الفضل عبد الواحد عبد اللطيف اليمني أبو بكر الشبلي أبو القاسم جنيد البغدادي سر السقطي معروف الكرخي أمير المؤمنين موسى الإمام علي موسى أمير المؤمنين الإمام موسى الكاظم الإمام جعفر الصادق الإمام باقر الإمام زين العابدين الإمام حسين بن علي الشهيد بكربلاء سيدنا علي بن أبي طالب رضي الله عنه ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുസുർഗോൺസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ സനദാണ് ഇത് ഞാൻ പരസ്യമായി ഇങ്ങനെ കൊണ്ടു നടന്ന് പറയലില്ല. ഇത് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മർക്കത്തിൽ വന്നാൽ കാണിച്ചു തരുമെന്ന്. അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല. നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു. വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഇതൊരു ദർസാണ്, ഇത് ആലിമ്യങ്ങളാണ്. ഇവിടെ ജനങ്ങളെല്ലാം വഴിപഴിച്ചു പോകണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് ഇത് സനദ് ഉള്ളതാണ്. ഇനി സനദ് ഇല്ലെങ്കിൽ പോലും അത് ശുഹറത്തുണ്ടെങ്കിൽ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ഇതാ അശ്ശൈഖ് അൽ ഇമാം അഹ്മദ് റദാ റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാളാ. അവർ കിതാബിൽ പറയുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ സാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഗുരുദാസനം ആണ്. അവിടുന്ന് ഇതാ വളരെയധികം ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് എഴുതിയിട്ട് ഇതൊക്കെ ബഹുമാനമുള്ളതാണ്. وأولى من جميع تلك الآثار والبركات الشريفة آلاف مراتب لأن هذه كلها كانت من الملبوسات وتلك جزء من بدنه عليه الصلاة والسلام وأكثر منه رفعة وجلالة وعظمة وكرامة الشعر المطهر من لحية أو بدل حضرة وجبع النور صلى الله عليه وسلم المبارك. يشهد إيمان المسلم على أن السبع السماوات عظمة شعرة مباركة كما عرفنا حالا من تصريحات الأئمة بأن التعظيم لا يستلزمه الخوض في مدارك اليقين ومدارج السند بل تكفي له الشهرة لنسبته باسمه المبارك فقط ولا يتخلى في هذا المقام عن التعظيم وأن لا يدرك السند إلا أنه مريض القلب السقيم الذي لا تسعه عظمة سيد محمد صلى الله عليه وسلم. ബഹുമാനപ്പെട്ടവർ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ള കിതാബാണ്. ഇതിലെന്താ പറഞ്ഞത്? സനദ് ഇല്ലെങ്കിൽ തന്നെയും ഒരു സുഹൃത്തായ ആളുകളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, പ്രസിദ്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, പിന്നെ സനദ് ചോദിക്കാൻ നടക്കുന്നവൻ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവനാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്റെ കയ്യിലുള്ള ഈ സനദ് ചോദിച്ചവരോടൊക്കെ ഞാൻ സനദുണ്ട്. നമ്മുടെ ശിഷ്യന്മാരിതാ തൊക്കാഫികൾ പലതും എന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഹദീസിന്റെ സനദ് കൊടുക്കലും അങ്ങനെ തന്നെയാ. അതിങ്ങനെ ഫോണിൽ കൊടുക്കലല്ല. ഫോൺ ചെയ്ത ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മർക്കത്തിൽ വന്ന ആളാണ്. പിന്നെ അയാൾ പറയുന്നത് ഞാൻ അങ്ങോട്ട് വിളിച്ച് എന്നിട്ട് ഇനി മുജാഹിദിനൊന്നും കുട്ടി വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്നെ വിളിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. എന്നാലും മുജാഹിദിനെ കൂട്ടാണ്ട് പോകാനുണ്ടായല്ലോ. സുഹൃത്തുക്കളെ, 10,000 പണ്ഡിതന്മാരെ കോട്ടക്കലിൽ അണിനിരത്തി ആ പണ്ഡിതന്മാരെ മുമ്പിൽ സനദ് വായിച്ച് ഒരു പണ്ഡിതരും സംശയമില്ലാതെ അംഗീകരിക്കപ്പെട്ട വിഷയത്തിന്
ഈ നേരത്തെ ഇവിടെ പറഞ്ഞ കളവ് പറഞ്ഞവരുടെ ഒക്കെ അംഗീകാരം ഞങ്ങൾ പോയി വാങ്ങണമെന്നാ ഇപ്പൊ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, മെഡിക്കൽ കോളേജിൽ വലിയൊരു ഡോക്ടർ, അയാളെന്താ വേണ്ടത്? ഹോമിയോപ്പതിന്റെ ഒരു ബുക്ക് വായിച്ചവനുണ്ട്, ഓന്റെ അടുത്ത് പറ്റി അംഗീകാരം പറഞ്ഞു. ഇങ്ങനത്തെ വിവരക്കേടല്ലേ ഇപ്പൊ പറഞ്ഞു നടക്കുന്നത്? ഉസ്താദ് അവർകൾ വായിച്ചത് കിതാബ, അതാരതാ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 1ാമത്തെ കമ്മിറ്റി. ആ കമ്മിറ്റിയിലെ ഒരു മെമ്പർ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ സാലിയാത്തി റഹിമഹുല്ലാ ഒരുപാട് കിതാബ് എഴുതിയ മഹാനവറുകളുടെ ഗുരുവര്യർ, നൂറുകണക്കിന് കിതാബിന്റെ മുസന്നിഫ് മഹാനായ ശൈഖുൽ ഇമാം അഹ്മദ് റിളാ ഖാൻ, അദ്ദേഹത്തിന്റെ കിതാബാ നോക്കി വായിച്ചത്. ഇവര് സമസ്തയിലാ, സമസ്തന്റെ ഉലമാക്കളെ കൂടെയാ. അങ്ങനെയാണ് ഈ കിതാബ് എന്താ ചെയ്യേണ്ടത്? സ്വീകരിക്കല്ലേ വേണ്ടത്. എന്നാലോ ഇപ്പൊ എന്താ ചെയ്തതെന്നറിയോ? ഇപ്പൊ പുതിയ തെളിച്ചുണ്ട്, ഓരോന്ന് തെളിഞ്ഞിങ്ങനെ വരികയല്ലേ. പുതിയ തെളിച്ചത്തിൽ എന്താ പറഞ്ഞത്? ഈ അഹമ്മദ് റിളാ ഖാൻ അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല. പുതിയ കണ്ടുപിടുത്തം. ആരെ? സമസ്തയുടെ 1ാമത്തെ കമ്മിറ്റിയിലെ പ്രധാന മെമ്പറായ അഹമ്മദ് കോയ സാലിയാത്തി തങ്ങളെ ഉസ്താദായ ഇമാം അഹമ്മദ് റിളാ ഖാനെ സ്വീകരിക്കാൻ പറ്റൂല. പുതിയ തെളിച്ചം. പലതും ഇങ്ങനെ തെളിയൂ. ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, മഹാനവറുകൾ പറഞ്ഞത് സെനത് ഉസ്താദ് വായിച്ചല്ലോ, അതുകൊണ്ടാ പറയുന്നത്. സെനത് ഇല്ലെങ്കിൽ പോലും പ്രസിദ്ധമായ മഹാന്മാരിലൂടെ കിട്ടിയാൽ അത് സ്വീകരിക്കണം. സ്വീകരിക്കാതിരിക്കുന്നവൻ, ബഹുമാനിക്കാതിരിക്കുന്നവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിക്കുന്നവനല്ല എന്നാ പറഞ്ഞു. ഇനി അതിന്റെ തെളിവ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമിങ്ങളുടെ കിതാബ് ഞാൻ വായിക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്ന ഒരു പണ്ഡിതനാണ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ. എനിക്ക് അയാളോട് വ്യക്തിപരമായി ആദരവുള്ളൊരു മനുഷ്യനാ. കോട്ടുമല ഉസ്താദിന്റെ മോന. അവരെ കൂട്ടത്തിൽ കുറച്ച് ഒരു മാന്യത പുലർത്തുന്ന ഒരാളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനൊക്കെ കാര്യം മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു തിരുത്തി. എന്താ തിരുത്തിയത്? ഇവിടെയുള്ള കക്ഷികൾ വിവാദ കേസം എന്നാ നോട്ടീസ് കൊടുത്തു. വിവാദ കേസം അത് മൂപ്പരനാക്കി തിരുകേസെന്നാക്കി മാറ്റി. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ഇപ്പോ ഒരു തിരുകേശമുണ്ട്, ഒരു തിരുകേശം. അതാണ് ഇപ്പൊ പ്രശ്നം. തിരുകേശം വെക്കാനുള്ള ഒരു പള്ളി. തിരുകേശം എന്നാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം തിരുത്തി. അല്ലാഹു തആല അദ്ദേഹത്തിന് സത്യം പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനി സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിളിച്ച് ഒരാൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വ്യാജമാണെന്ന് പറയാൻ പാടില്ല. അതൊന്ന് ചോദിച്ചോട്ടെ. അതിന്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. സമസ്ത അതിന്റെ സത്യാവസ്ഥ, അതായത് അതിന്റെ സനതും അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് വ്യക്തമാകട്ടെ. അത് വ്യക്തമാകുന്നത് വരേക്കും ജനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടണ്ടെന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത്. അതെ, ആ പറഞ്ഞതന്നെ ഇപ്പൊ അതിലുള്ളൂ. അത് ഞങ്ങൾ അതിന്റെ വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങൾ എന്താ ഒരു കൊണ്ടുവരണം നോക്കട്ടെ. അത് അതിന് ശേഷം ഞാൻ പറയാലോ. അതിനിപ്പോ സമസ്ത ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ ശരിക്ക്. സമസ്തക്ക് അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. അല്ല, ഓലെ സത്യാവസ്ഥ, ഓലെ സനതും ഓല പറയാം. അതിപ്പോ ഓലിപ്പോ പറഞ്ഞാലേ ഇപ്പൊ അങ്ങനെ സാധാരണ രീതിയിൽ നമ്മള് സമസ്തയുടെ ആഗമനം തന്നെ ഇങ്ങനെ വ്യാജമായ വിഷയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുമ്പോ അതിന്റെ വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണല്ലോ സമസ്തയുടെ നയം. അല്ല, ഇത് വ്യാജമാണ് എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത് വ്യാജമാണ് എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. ഇത് വിവാദമായ ഒരു മുടിയ ആണ്. അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നിട്ട് യഥാർത്ഥ സനതും അതിലെ അടിസ്ഥാനവും വ്യക്തമാകണം. അത് വ്യക്തമാക്കേണ്ടവരാണ് വ്യക്തമാക്കേണ്ടത്. ഓലാണത് വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കിയിട്ട് സമസ്തക്കും കൂടി ബോധ്യമാവുന്നുണ്ടെങ്കിൽ സമസ്ത ആ കാര്യം തുറന്നു പറയും. അപ്പൊ കണ്ടോ, വ്യാജാണ് എന്ന് പറയുന്നില്ല. അതേസമയത്ത് ഇവരൊക്കെ 100 പ്രാവശ്യം ആണേക്ക് വ്യാജം എന്ന് പറഞ്ഞില്ലേ? ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. തന്നെ വ്യാജമാണെന്ന് ബോധ്യപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയെ സംബന്ധിച്ച് വ്യാജം എന്ന് പറയാൻ പറ്റുമോ? എത്ര അപകടമുള്ള വാക്കാണത്. റസൂലുള്ളാഹിന്റെ ഒരു ചാറ് അത് വ്യാജമാണ് എന്ന് പറയാൻ പാടുണ്ടോ? ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർ ഇമാമിങ്ങൾ പറഞ്ഞ സമീപനം വിട്ടിട്ട് ഇവർക്ക് മുജാഹിദീങ്ങൾ പറഞ്ഞു കൊടുത്ത ക്ലാസ് അനുസരിച്ചല്ലേ ഇപ്പൊ നീങ്ങുന്നത്. അതല്ലേ അബദ്ധം പറ്റിയത്. ഇനി ഞാൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ പറയുന്ന ഒരു വാചകം പണ്ഡിതന്മാർക്ക് വേണ്ടി കേൾപ്പിക്കുകയാണ്. ശരിക്ക് കേട്ടോ.
ഒരു അള്ളാന്റെ റസൂലിന്റെ തിരുകേശമാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ എന്താ പറയുന്നത് നോക്കിക്കോളി. വസൂല റഹിമഹുല്ലാ അൻ ശഖ്സിൻ ഇൻദഹു ശഅറത്തുൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ പറ്റി ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടികളിൽ നിന്ന് ഒരു മുടിയുണ്ട്. അലാമാ ഖീല, പറയപ്പെട്ടതനുസരിച്ച്. സെനതൊന്നുമില്ല കേട്ടോ, സെനതൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. വസ്തമറത്ത് ഇൻദഹു, അത് അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിലനിന്ന് വരുന്നു. യസൂറുഹന്നാസു ഫീ ബൈതിഹി, മനുഷ്യന്മാര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അത് സിയാറത്ത് ചെയ്യുന്നു, സന്ദർശിക്കും. ഫജാബ, ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ മറുപടി. ആ മുടിയെക്കുറിച്ച് വിവാദ കേസെന്ന് പറയാൻ പറ്റുമോ? ഇബ്നു ഹജർ തങ്ങളെ ഇബാറത്ത് നോക്ക്. എന്താ പറഞ്ഞത്? ഹാദിഹി സാറത്തു ശരീഫ, ഈ വന്യമുടി, ഈ ബഹുമാനമുള്ള മുടി, ലാ തൂറസു, അത് അനന്തരമെടുക്കപ്പെടൂല. വലാ തലക്കു, ഒരാൾ കൊടമാവകാശമായിട്ട് വരികയില്ല. വലാ തഖ്ബലു ഖിസ്മതൻ, അത് ഓഹരി ചെയ്യാനും പറ്റൂല. അപ്പൊ കണ്ടോ, അലാമാ ഖീല, ഒരു ഖൗലല്ലേ ഉള്ളൂ റസൂലുള്ളാഹിന്റെ മുടിയാണ്, അതുകൊണ്ട് എതിർത്തോളീന്നാ പറഞ്ഞത്. കണ്ടോ എന്താ? ദുറുൽ കാമിൽ ഇബ്നു ഹജർ അസ്ഖലാനി. علي بن محمد بن الحسن الخلاط الحنفي علم الدين، وكان يزعم أيضا أن عنده من سعره صلى الله عليه وسلم وتفقه واستقل وتقدم ودرس بالظاهرية. 708 വഫാത്തായിപ്പോ ഒരു പണ്ഡിതന്റെ ചരിത്രം പറയാണ്, മൂപ്പരെടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടിയുണ്ട് എന്ന് മൂപ്പര് പറയാറുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് കിതാബൊക്കെ രചിച്ചിട്ടുണ്ട്. സനദില്ല, പക്ഷേ ആ പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറയാറുണ്ട്. ദുററുൽ കാമിന, അതെ 3-ാം വാള്യം 101-ാം പേജ്. വേറൊരു സംഭവം, അതെന്താ? وحضر مجالسهم وكذا لقي غير واحد من الصالحين ووقع له مع بعضهم ورائد وكرامات اندفع بها وعطاه شخص منهم يسمى بالجمال الشيرازي سعرة تنسب للنبي صلى الله عليه وسلم وقال إنها عنده. ആ പണ്ഡിതൻ ഒരുപാട് കറാമത്തും മഹത്വക്കുള്ള സാലിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ആ മഹാപണ്ഡിതൻ മുഹമ്മദ് ബിൻ ഉമർ ഉസ്മിൻ എന്ന് പറയുന്ന പണ്ഡിതൻ. ആ പണ്ഡിതനെ പറ്റി പറയാണ്, നല്ല മനുഷ്യന്മാരിലുള്ള ഒരാൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബീർ ജമാൽ അസ്സിറാജി. എന്താ കൊടുത്തത്? ഷഹറതൻ തുൻസബുലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി. മഹാനവറുകൾ വേണ്ടെന്നാ പറഞ്ഞത്. ഭാഗ്യവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആണ് എന്നുള്ള നിലക്ക് അദ്ദേഹം ബഹുമാനിക്കുകയല്ലേ ചെയ്തത്. കിതാബ വായിക്കുന്നത്. ഇനിയും വായിക്കട്ടെ. മുസ്നദ് അബീ യഅല. ഇതെന്തിനാ വായിക്കുന്നതെന്നറിയോ? ഒരു മുടി, 2 മുടി 10. ആരാ പറഞ്ഞു 10 മുടിയേ പറ്റുള്ളൂ? ആരാ പറഞ്ഞു 100 മുടിയേ പറ്റുള്ളൂ? വലിയ എന്താ പറയുന്നത് നോക്ക. ഫഖാല ഇഅ്തമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഉംറ ചെയ്തു. ഫഹലഖ റഅസഹു, മുടി കളഞ്ഞു. ഫബ്തദറന്നാസു ബിശഅറഹു, ജനങ്ങൾ ഇങ്ങനെ ആ മുടിക്ക് വേണ്ടി തിരക്കൂട്ടുണ്ട്. ഫസബഖ്തുഹും ഇലാ നാസിയതിഹി, അപ്പൊ ആ മൂർധാവിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ മുടിക്ക് ഞാൻ മുൻകളന്നു. തിരക്കിയിട്ട് ഒരു ഭാരിൽ ഞാൻ ഭാരി ആ മൂർധാവുള്ള മുടിയൊക്കെ എനിക്ക് കിട്ടി. മൂർധാവ് മുഴുവനും നിറഞ്ഞു കിടക്കുന്ന മുടിക്ക് എത്ര എണ്ണം ഉണ്ടാവും എന്ന് പറ. അത് തീർത്തും ഭാര്യയും എടുത്തുകാരി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ 2 കെട്ടിട്ട് എന്നിട്ടാ പേടിപ്പിക്കുന്നത് ഞങ്ങളെ? അത് 2 കെട്ടായിക്കൂടെ? 3 കെട്ടായിക്കൂടെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഹുദൈബിയ സന്ധി അവിടെ പോയിരുന്നപ്പോ അവിടുന്ന് മുടി കളഞ്ഞു. മുടികൾ അമ്മാർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? മുടി കളഞ്ഞിട്ട് അല്ലാഹു റസൂൽ സ്ഥലത്ത് വെച്ചു. അങ്ങനെ തന്നെ പോയിട്ട് ഒരൊറ്റ ഭാരണിക്ക് ഭാര്യതാ. എത്ര കെട്ടുണ്ടാവും അത്? നിങ്ങൾ ഇത്തരം വിഷയം കൈകാര്യം ചെയ്ത് സമസ്തന്റെ പേരും പറഞ്ഞിട്ട്, സമസ്ത വലിയ പണ്ഡിത സംഘടനയാ, അത് വലിയൊരു വിഷയ, അതിനാർക്കും തർക്കമില്ല ഇവിടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെടുത്ത് സമസ്തയില്ല കേട്ടോ. റാണീനെയും പിടിച്ച് നമ്മളിങ്ങ് പോകുന്നതിന് അതാ ഉള്ളാളം തങ്ങള്. അപ്പം തങ്ങളതാണോ അല്ലേന്ന് ഉറക്കണം. അത് ഉറക്കണവരെ അതിന് നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ ഇനി എന്ത് സെനതയാളെ കൊണ്ടത് യാതൊരു ഫലമില്ല കേട്ടോ. സെനത് കൊണ്ടുപോയിട്ട് ഒരു ഫലമില്ല. നേരത്തെ ആളെ പറഞ്ഞ സെനത് വായിച്ച അസൂയ അങ്ങ് പോകൂലേ? അസൂയ അങ്ങനെ പോകുന്ന സാധനമല്ല, അത് അള്ളാഹ് ഖൽബിന്ന് നീക്കിത്തരണോ കേട്ടോ. സെനത് വായിച്ചാൽ അസൂയ പോകില്ല. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞു,
നിങ്ങള് ഒരു ലെവലും ഇല്ലാണ്ട് ഫത്വ കൊടുക്കാണ്. ശംസിയക്കാര് ഇസ്ലാം എന്ന് പുറത്താതെ ഒരു ഫത്വ കൊടുത്തു പിൻവലിച്ചത്. ശംസിയാത്ത് ഒരു സമസ്തക്കാരെ വിശ്വസിക്കാൻ പറ്റൂല. ശംസിയാത്ത് ഒരിക്കത്ത് കാഫറാണ് സമസ്ത തീരുമാനിച്ചു, പിന്നെ സമസ്ത പിൻവലിച്ചു. പിന്നെ എങ്ങനെ അവർ വിശ്വസിക്കാം? നോക്ക് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു. പണ്ടെടുത്ത പോലെ പോണ്ട. കാരണം ശംസിയാത്തരീക്കത്താർ കാഫറാണ് നിങ്ങൾ ഫത്വ കൊടുത്ത്. നിങ്ങളെ സമസ്ത കുറെ കൊല്ലം കഴിഞ്ഞപ്പോ സമസ്ത ഫത്വ പിൻവലിച്ചിരിക്കുന്നു എന്ന് പേപ്പറിൽ ഒരു കൂട്ടരുകൾ കാഫറാക്കി, എന്നിട്ടത് പിൻവലിച്ചു. ഇങ്ങനത്തെ ഒരു ഗതികേട് സമസ്തക്കില്ല. ഇങ്ങനത്തെ ഒരു ഗതികേട് അവരെ സമസ്തക്കില്ല എന്നാ പറയണത്. അതായത് ശംസിയാത്തൊരിക്കത്ത് കാഫറാണ് നമ്മളെ സമസ്ത ഫത്വ കൊടുത്തു, എന്നിട്ട് സമസ്ത പിൻവലിച്ചു. പടച്ചോനെ, ഇങ്ങനെ കള്ളത്തരം സമസ്തന്റെ മിനിസ് രേഖപ്പെടുത്തപ്പെട്ട കാര്യമല്ലേ? ബാക്കി കളവുകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു വിചാരിക്കാം. ഇത് റിക്കാർഡുള്ളതല്ല. ഞാനിത് കേട്ടിട്ട് ഞാൻ ഉടനെ ചെറുസിർത്താൻ വിളിച്ചു. ചെറുസിർത്താൻ അങ്ങനെ ഉണ്ടെങ്കിൽ മിനിസ് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചേളാരിയുമായി ബന്ധപ്പെട്ടു. ഇതാ കൃത്യമായി മിനിസ് എഴുതി വെച്ചിരിക്കുന്നു. 8/8/85 ശംസുലമന് ഈ തരീക്കത്തിനെ കുറിച്ച് തീരുമാനിച്ച ശംസിയാ തരീക്കത്തെ കുറിച്ച് മിനിസുള്ള വാക്ക് കേൾക്കണോ? ആന്തോത്ത് ദ്വീപുകാരനായ പൂക്കോയത്തങ്ങൾ എന്നയാൾ പ്രചരിപ്പിച്ചു വരുന്ന ശംസിയാ തരീക്കത്തിനെ കുറിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച കത്തുകൾ വായിക്കുകയും പ്രസ്തുത തരീക്കത്ത് തെറ്റായതും വഴി പിഴച്ചതും ആകയാൽ മുസ്ലിങ്ങൾ അതുമായി ബന്ധപ്പെടാനോ സഹകരിക്കാനോ പാടില്ലെന്നും തീരുമാനിച്ചു. എന്നാ ഞാൻ പറയട്ടെ, ജയിലി മൊയിലാരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനാരെയാ വിളിക്കേണ്ടതെന്നറിയോ? ആ ഫത്വ പോയത് ചേളാരിന്നല്ല, നിങ്ങളെ സമസ്തന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാ ഫത്വ കൊടുത്തത്. അവിടെയാ വിളിക്കണ്ടേ? അത് ശരി, നല്ല കോളായി. ദുബായി പോയ ഒരാളെ ഖത്തറിലാ വിളിക്കുന്നേ. എന്റെ പേരോട് കളവ് പറഞ്ഞോ? എന്നാ കാണണം നിങ്ങൾക്ക്. ഇതെന്താ പത്രം? ഉത്തരദേശം. ഞാൻ കളവ് പറഞ്ഞല്ലേ? ഉത്തരദേശം 2000 ജൂൺ 19 തിങ്കൾ 6 വർഷത്തിന് ശേഷം ഫത്വ പിൻവലിച്ചു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ജമാഅത്തിലെ ഒരു വിഭാഗത്തിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി പുറപ്പെടുവിച്ച ഫത്വ 6 വർഷത്തിനു ശേഷം പിൻവലിച്ചു. ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസ് ഒത്തുതീർപ്പിലെത്തി. 94 ഡിസംബർ 21 ഫസൽ പൂക്കോയ തങ്ങൾ PP ഖലീൽ എന്നിവർ നേതൃത്വം നൽകിയ തരീഖത്ത് പിന്തുടരുന്നതിന്റെ പേരിൽ ജമാഅത്തിന്റെ പരിധിയിലെ ചിലർക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചത്. നടപടിക്കെതിരെ സമസ്ത ജില്ലാ പ്രസിഡന്റ് CM അബ്ദുള്ള, ശേഷം 4-ാം പേജിൽ അബ്ദുള്ള മൗലവി, മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് പ്രസിഡന്റായിരുന്ന C കുഞ്ഞിമാഹിൻകുട്ടി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കി മൊഗ്രാൽ പുത്തൂരിലെ CB അബ്ദുറഹ്മാൻ കാസർഗോഡ് CJM കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KS അബ്ദുള്ള, KC മാഹിൻ, KPK തങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ കേസും പിൻവലിക്കാൻ ധാരണയായി. നിങ്ങളൊരു ഫത്വ കൊടുത്തിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടായി. എത്ര കുഴപ്പമെന്നറിയോ? കണ്ടോ? എത്ര കുഴപ്പമെന്നറിയോ? പറഞ്ഞു തരാ. കണ്ടോ? മൊഗ്രാൽ പുത്തൂർ ജമാഅത്തെ ഫത്വ വിവാദമായി. 95 പത്രം. പിന്നെ എനിക്ക് കേട്ടോളെ, മൊഗ്രാൽ പുത്തൂരിൽ സുന്നി തരീഖത്ത് തർക്കം, കത്തിക്കുത്തും മർദ്ദനവും. ഫത്വ പ്രശ്നം, 9 പേർക്ക് പരിക്ക്. ആശുപത്രി ജീവക്കാരന് പോലീസ് മർദ്ദനം. ഈ ഫത്വ 3 പേര് കൂടി ആശുപത്രിയിൽ. ഫത്വ പ്രശ്നം 2 കേസ് രജിസ്റ്റർ ചെയ്തു. മൊഗ്രാൽ പുത്തൂർ പള്ളിപ്രശ്നം ഇരുവിഭാഗവും യോജിപ്പിനില്ല. ഇതൊക്കെ ഓരോ ഹെഡിങ് ആ പത്രത്തിന്റെ. നിങ്ങളൊരു ഫത്വ കൊടുത്തിട്ടുണ്ടാക്കി നാശാൻ ഇതൊരു മഹലിൽ. എന്നിട്ടോ ആ ഫത്വ ആർക്കെതിരെ? ശംസിയാത്തിരിക്കത്തില്ല, ഒരു നല്ല കൂട്ടർന്നല്ലോ. അവർക്കെതിരെ കന്യത്ത് ഉസ്താദ്, EK ഉസ്താദ്, AP ഉസ്താദും കൂടി മുമ്പ് തീരുമാനം എടുത്തതാ. EK അസം മുസ്ലിയാർ ഒക്കെ അതിനെതിരെ എത്രയോ പ്രസംഗിച്ചതാണ്. അതിലൊന്നും തർക്കമില്ല ഇവിടെ. പക്ഷേ ഇവരെന്തേ ഫത്വ കൊടുത്തത്? അവരെ ലെറ്റർ ഹെഡില് ഫത്വ മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് പ്രസിഡന്റ് എന്നിട്ട് ഏകകണ്ഠമായി എടുത്ത തീരുമാനം പറയാ. 21/12/94 ചേർന്ന ജില്ലാ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യുകയും താഴെ പറയുന്ന തീരുമാനം ഏകകണ്ഠമായി എടുക്കുകയും ചെയ്തു. കത്തിൽ പറഞ്ഞ അന്ത്രോത്ത് ദ്വീപുകാരനായ PP ഫസൽ പൂക്കോയ എന്ന ആൾ നേതൃത്വം നൽകിയതും ഇപ്പോൾ PP ഖലീൽ നേതൃത്വം നൽകുന്നതുമായ തരീഖത്ത് പിൻപറ്റുന്നവർ പിഴച്ചവരും ആ തരീഖത്ത് ഇസ്ലാമിന് പുറത്തുമാണ്. അവരോട് യാതൊരുവിധ സഹകരണവും പാടുള്ളതല്ല. അപ്പൊ ഇവരെ ഇസ്ലാമിന്റെ പുറത്താക്കുന്ന ഫത്വ കൊടുത്ത് പിഴച്ചതാണ് ഇതുള്ളത്. ഓക്കെ, അങ്ങനെ ഫത്വ കൊടുത്തപ്പോ കുഴപ്പമുണ്ടായത്, കത്തിക്കുട്ടുണ്ടായത്, പ്രശ്നം ഉണ്ടായത്.
അപ്പൊ കേസായത് അവസാനം 6 കൊല്ലം കഴിഞ്ഞപ്പോ ഇനി കണ്ടോ, നിങ്ങളെ ഫത്വ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഇതാ പിന്നെ പിൻവലിക്കുന്നത്. മുഖറാൽപത്തൂർ ജമാഅത്ത് മുൻ പ്രസിഡന്റ് പി കുഞ്ഞിമാഹിൻകുട്ടി 13/12/94 സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് തന്ന കത്തിലെ പരാമർശം ബന്ധപ്പെട്ട കക്ഷികളെ വിസ്തരിക്കാതെയാണെന്ന് അയാൾ തന്ന വിശദീകരണ പ്രകാരം ബോധ്യപ്പെട്ടതിനാൽ ഇത് സംബന്ധിച്ച് 21/12/94 ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം ഇതിനാൽ പിൻവലിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം വിചാരണ ചെയ്യാതെ എടുത്ത ഫത്വ അതാ പിൻവലിക്കേണ്ടി വന്നത്. ഇതുപോലെ നിങ്ങളിപ്പോ തീരുമാനങ്ങൾ പലതും പറയുന്നുണ്ട് പഠിക്കാതെ പറഞ്ഞാൽ പിൻവലിക്കേണ്ടി വരും. അതാ പിൻവലിക്കേണ്ടി വന്നത്. 6 കൊല്ലം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് പറയണോ? സെക്രട്ടറി ഒപ്പിട്ടുള്ള ലെറ്റർ ഹെഡിലുള്ളതായത് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ കളവ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്. ആ പരിപാടി നമുക്കില്ലട്ടോ, അത് ഉള്ളോ എനിക്ക് അങ്ങനെ തോന്നും. അവനവൻ തിന്നത് അവനവൻ ചൊല്ലും. ഇനി ഒരു കള്ള ഫോണ് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കള്ള ഫോണ്. നിങ്ങളെ പ്രവർത്തകനാണ് എനിക്ക് വിളിച്ചത്, നിങ്ങൾ ഇവിടുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ആ പ്രവർത്തകന്റെ പേര് പറയണം, എന്നെ വിളിച്ച ദിവസം പറയണം,